بسم الله الرحمن الرحيم. قل إني أمرت أن أعبد الله مخلصا له الدين وأمرت لأن أكون أول المسلمين قل إني أخاف إن عصيت ربي عذاب يوم عظيم قل الله أعبد مخلصا له ديني فاعبدوا ما شئتم من دونه قل إن الخاسرين الذين خسروا أنفسهم وأهليهم يوم القيامة ألا ذلك هو الخسران المبين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1595 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 39ാമത്തെ അധ്യായമായ സൂറത്ത് സുമറിലെ 11 മുതൽ 15 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إني أمرت أن أعبد الله مخلصا له الدين وأمرت لأن أكون أول المسلمين قل إني أخاف إن عصيت ربي عذاب يوم عظيم قل الله أعبد مخلصا له ديني فاعبدوا ما شئتم من دونه قل إن الخاسرين الذين خسروا أنفسهم وأهليهم يوم القيامة ألا ذلك هو الخسران المبين. صدق الله العلي العظيم. സൂറത്ത് സുമറിലെ 11 മുതൽ 15 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഏകത്വത്തിൽ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് അവന്റെ പ്രവാചകന്മാരുടെ ദൈവിക ദൗത്യം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് മരണാനന്തരമുള്ള ജീവിതത്തെക്കുറിച്ച് ബോധ്യപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ഈ ഭൂമുഖത്ത് വെച്ച് ഇഹ്സാൻ ചെയ്യാൻ മുതിരുന്ന ആളുകൾ തീർച്ചയായിട്ടും അതിനുള്ള പ്രതിഫലമായിട്ട് ഹസനത്താണ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള നന്മയാണ് ഏറ്റുവാങ്ങേണ്ടി വരിക. അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് നന്മ ചെയ്യാൻ, ഇഹ്സാൻ ചെയ്യാൻ തങ്ങൾ അധിവസിച്ചുകൊണ്ടിരിക്കുന്ന ഭൂപ്രദേശം അനുവദിക്കാത്ത ഒരവസ്ഥയാണ് ഉള്ളതെങ്കിൽ സത്യവിശ്വാസം നിലനിർത്തുവാനും സത്യവിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തഖ്വയോടുകൂടിയുള്ള ഇഹ്സാൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും നിങ്ങൾക്ക് ഒരിടത്ത് സാധിക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭൂമി വളരെ വിശാലമാണ് എന്ന കാര്യം മനസ്സിലാക്കുക എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തില് അള്ളാഹു ഊന്നി പറയുകയുണ്ടായത്. നിശ്ചയമായിട്ടും ഈ മാർഗം സ്വാബിറുകൾ ആയി മാറാൻ എല്ലാവരെയും നിർബന്ധിക്കുന്ന വിധത്തിലുള്ളതാണ്. സ്വന്തം നാട്ടിൽ പ്രാതികൂല്യങ്ങളുള്ള സാഹചര്യങ്ങളെ നേരിട്ടുകൊണ്ട് സഹനം അവലംബിച്ച് കഴിയുന്ന ആ സന്ദർഭത്തില് സഹനം എന്നത്, സബർ എന്നത് വളരെ അനിവാര്യമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ദേശത്യാഗം ചെയ്തുകൊണ്ട് കൂടുതൽ അനുകൂലമായ സാഹചര്യമുള്ള ഒരിടത്തേക്ക് പോവുക എന്നൊരു കാര്യവും
അതിലും ഒരുപാടേറെ സബ്ർ ആവശ്യമായി വരും എന്നതാണ് അള്ളാഹു തുടർന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. ഇന്നമാ യുവഫ സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. നിശ്ചയമായിട്ടും സ്വാബിറുകൾ, സഹനം അവലംബിക്കുന്നവർ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് യാതൊരു വിധത്തിലുള്ള കണക്കോ നിയന്ത്രണമോ ഇല്ലാത്ത വിധത്തില് പ്രതിഫലം ഏറ്റുവാങ്ങുന്നവരാണ് എന്നതാണ് വ്യക്തമാക്കപ്പെടുകയുണ്ടായ കാര്യം. സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് ഏറ്റവും ആവശ്യമായ അവരുടെ പ്രതിസന്ധികളിൽ നിന്നുള്ള ഒരു മോചനത്തിനുള്ള വഴി നിർദ്ദേശിക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു നമ്മൾ ഇന്നലെ പഠന വിധേയമാക്കിയ ആയത്തിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിന്റെ ഭൂമി വളരെ വിശാലമാണ്. ഇടുക്കമുള്ള, പ്രയാസമുള്ള, നിലനിൽക്കാൻ, പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സാഹചര്യമുള്ള ഒരിടത്തിൽ തന്നെ അങ്ങനെ അള്ളി പിടിച്ചു നിൽക്കണമെന്നില്ല. ആ നാട് വിട്ട് മറ്റൊരു പ്രദേശത്തേക്ക് പോകാവുന്നതാണ്. അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് അവന് ഇബാദത്ത് ചെയ്തുകൊണ്ട് നിലക്കൊള്ളാൻ സാധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായത്. ഒരു നാട്ടില് അതിന് സാധിക്കുന്നില്ലെങ്കിൽ അത് സാധിക്കുന്ന ഇടങ്ങളിലേക്ക് പലായനം ചെയ്യുകയാണ് വേണ്ടത് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യം. വിശ്വാസപരമായ ശോഷണം സംഭവിക്കുക, തഖ്വയോടുകൂടിയുള്ള ജീവിതം അസാധ്യമാവുക, ഇഹ്സാൻ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വരിക, ഇങ്ങനെയൊക്കെയുള്ള അതിസങ്കീർണമായ അവസ്ഥ വന്നു ചേരുമ്പോൾ മറ്റു സാധ്യതകളെ കുറിച്ച് ആലോചിക്കാൻ സത്യവിശ്വാസികളെ പ്രേരിപ്പിക്കുകയാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിരിക്കുന്നത്. അതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്ന തരം ആളുകളോട് ചില കാര്യങ്ങൾ വളരെ പരസ്യമായി പ്രഖ്യാപിക്കാൻ വേണ്ടി അല്ലാഹു ആവശ്യപ്പെടുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച 11 മുതൽ 15 വരെയുള്ള ആയത്തുകളിൽ ചില കാര്യങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. സാഹചര്യം എന്തു തന്നെയാണെങ്കിലും, എത്ര തന്നെ പ്രതികൂലമാണ് നമ്മുടെ ചുറ്റുപാടുകളെങ്കിലും, ഈ അടിസ്ഥാന കാര്യങ്ങളിൽ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാൻ ഒരുക്കമല്ല എന്ന കാര്യം ആ സമൂഹത്തോട് അറിയിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ഇവിടെ ചുമതലപ്പെടുത്തുകയാണ്. നമുക്ക് ഈ ആയത്തുകളൊന്ന് വായിച്ചു നോക്കാം. ഖുൽ, അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുകയാണ്, പ്രവാചകരെ താങ്കൾ പറയുക, ഇങ്ങനെ പ്രഖ്യാപിക്കുക, ഇന്നി ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവിക നിർദ്ദേശമുണ്ട്. അൻ അഅ്ബുദല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ, അനുസരണ പൂർണ്ണമായിട്ടും അള്ളാഹുവിനായിക്കൊണ്ട് അവന് ഇബാദത്ത് ചെയ്യാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്റെ വിധേയത്വം മറ്റാർക്കെങ്കിലും പകുത്തു കൊടുത്തുകൊണ്ട് എന്റെ വിധേയത്വത്തിന്റെ ഒരു ഭാഗം അള്ളാഹുവിന് കൊടുക്കുക എന്ന നിലക്കല്ല, മറിച്ച് ഞാൻ പൂർണ്ണമായും അള്ളാഹുവിന് വിധേയപ്പെടുന്നവനായിക്കൊണ്ട് അവന് ഇബാദത്ത് ചെയ്യുക എന്നതാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന കാര്യം എന്ന് പരസ്യമായി ഉറക്കെ പ്രഖ്യാപിക്കാനാണ് അള്ളാഹു ഇവിടെ പ്രവാചകനോട് ആവശ്യപ്പെടുന്നത്. നമ്മുടെ കാലഘട്ടത്തിലും നമ്മുടെ ചുറ്റുപാടിലും ഒക്കെ തന്നെ ഈ പ്രഖ്യാപനത്തിന്റെ, ഈ നയപ്രഖ്യാപനത്തിന്റെ, ഈ വെളിപ്പെടുത്തലിന്റെ പ്രാധാന്യവും ഗൗരവവും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മുട്ടുമടക്കാൻ, കുനിയാൻ, സാഷ്ടാംഗം ചെയ്യാൻ, കീഴ്പ്പെടാൻ ഒക്കെ പരോക്ഷമായ ഭാഷയിൽ നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
ഇവിടെ ഒരു പുതിയ സാമൂഹ്യ ക്രമം ഉണ്ടാക്കിയെടുക്കുന്ന ആളുകൾ, അത് പൂർണ്ണമായും മിഥ്യയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. പക്ഷെ രാഷ്ട്രീയമായ അതിശക്തമായ സമ്മർദ്ദം അള്ളാഹുവിന്റെ മാർഗം അവലംബിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആളുകളിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്. കുനിയാനും കീഴ്പ്പെടാനും തലപൊക്കാതിരിക്കാനും അങ്ങനെയൊക്കെയുള്ളതാണ് നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന നിർദ്ദേശം. എന്നാൽ ഇവിടെ അള്ളാഹുവിന്റെ പ്രവാചകൻ സമാനമായ ഒരു സാഹചര്യത്തില് ജനങ്ങളോട് പരസ്യമായി പ്രഖ്യാപിക്കാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം ഇതാണ്. പ്രവാചകരെ പറയുക, ഇന്നി ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അൻ അഅ്ബുദ അല്ലാഹ, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുവാൻ. ഏതു വിധത്തിലാണ്? ഒരുപാട് പേർക്ക് വിധേയത്വം കൊടുക്കുന്ന, ഒരുപാട് പേർക്ക് ആരാധനകൾ അർപ്പിക്കുന്ന, ഒരുപാട് പേരെ അനുസരിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹുവേയും അനുസരിക്കാം എന്ന നിലക്കല്ല, മറിച്ച് മുഖ്ലിസൻ ലഹുദ്ദീൻ, ദീൻ എന്നത് പൂർണ്ണമായും അള്ളാഹുവിന് ആയിക്കൊണ്ട് അവന് ഇബാദത്ത് ചെയ്യാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സകല കാര്യങ്ങളിലും എന്റെ വിധേയത്വം അള്ളാഹുവിന് നിശ്ചയിച്ചുകൊണ്ട്, ദീൻ എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടെ അനുസരിക്കല്. അത് ജീവിതത്തിന്റെ നിഖില മേഖലകളിലുമുള്ള കാര്യങ്ങളിൽ അള്ളാഹുവിനെയാണ് അനുസരിക്കേണ്ടത്. അള്ളാഹുവിന്റെ കൽപ്പന എന്താണ് അക്കാര്യത്തിൽ എന്നത് പരിശോധിച്ചിട്ട് അത് പിന്തുടരാൻ സന്നദ്ധനാവുന്ന ഒരു സംഗതിയാണ് ഇവിടെ ദീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഈ സന്ദർഭത്തിൽ തന്നെ വളരെ വ്യക്തമാണ്. പൂർണ്ണമായിട്ട് എല്ലാ കാര്യങ്ങളിലും എന്റെ ഖാലിഖായ റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങളെ അതേപടി അംഗീകരിച്ച് അതിന് വിധേയപ്പെട്ടുകൊണ്ട് അവന് ഇബാദത്ത് ചെയ്യുക എന്നതാണ്. ഇതാണ് എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള നിർദ്ദേശം. അതുകൊണ്ട് ഇക്കാര്യത്തില് വെള്ളം ചേർക്കാൻ ഞാൻ ഒരുക്കമല്ല എന്നതാണ് ഇവിടെ പരോക്ഷമായിട്ട് വ്യക്തമാക്കപ്പെടുന്നത്. ഇന്നി ഉമിർത്തു അൻ അഅ്ബുദല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. ദീൻ എന്നത്, വിധേയപ്പെടൽ എന്നത്, അനുസരണം എന്നത് പൂർണ്ണമായും അവന് മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ. ഇതാണ് ഞാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന കാര്യം. അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ പലർക്കും എന്റെ വിധേയത്വം പകുത്തു കൊടുക്കാൻ ഞാൻ ഒരുക്കമല്ല. ഞാൻ പൂർണ്ണമായിട്ടും അള്ളാഹുവിന് വിധേയപ്പെട്ട മുസ്ലിമാണ്. അള്ളാഹുവിന് വിധേയപ്പെട്ട, അവന് ഇബാദത്ത് ചെയ്യുന്ന, പൂർണ്ണമായിട്ട് അനുസരണം അവന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇങ്ങനെ പ്രഖ്യാപിക്കാൻ, പറയാൻ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നിർദ്ദേശിക്കുന്നത്. എന്തിനായിരിക്കും അള്ളാഹു ഇങ്ങനെ ഉറക്കെ പറയിക്കുന്നത്? ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഈ സംഗതികളൊക്കെ അടങ്ങിയിട്ടുണ്ടല്ലോ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മാതൃകാപരമായി നിർവഹിക്കേണ്ട ഒരു സ്ട്രാറ്റജി കൂടിയാണ്. എന്താണെന്ന് പറഞ്ഞാൽ, പരസ്യമായിട്ട് ഇങ്ങനെ പ്രഖ്യാപിക്കുന്നതോടുകൂടി ഒരു കാരണവശാലും മറുപക്ഷത്തുള്ള, ശത്രുപക്ഷത്തുള്ള, അല്ലെങ്കിൽ ഇസ്ലാം വിരുദ്ധമായ മിഥ്യാ ആശയങ്ങളുടെ ആളുകൾ അവരുടെ കയ്യിലുള്ള സംഗതികൾ കൊണ്ട് നമ്മളെ സ്വാധീനിക്കാൻ കഴിയും എന്ന ഒരു ധാരണയുള്ളവരായി തുടരാൻ സാധ്യതയില്ല. പ്രഖ്യാപനം തന്നെയാണ് ഏറ്റവും ആദ്യമായിട്ട്, ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന വിധത്തിലുള്ള കാര്യം. സൈനികമായിട്ടോ രാഷ്ട്രീയമായിട്ടോ സാമൂഹ്യമായിട്ടോ വലിയ തിരിച്ചടികൾ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോഴും വളരെ കണിശമായ കൃത്യതയുള്ള, ദാർഢ്യതയുള്ള പ്രഖ്യാപനം, നയപരമായിട്ടുള്ളത് നിർവഹിക്കപ്പെടുക എന്നതാണ് ആ സമൂഹത്തിന്റെ ബുദ്ധിപരമായ, ചിന്താപരമായ, ആത്മീയമായ, ദൈക്ഷണികമായ കൺസോളിഡേഷൻ ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അത് പ്രഖ്യാപിക്കുക എന്നതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ള ആളുകളല്ല, ഞങ്ങൾ ഇങ്ങനെയാണ്,
ഞങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും എന്ന കാര്യം സധൈര്യം പ്രഖ്യാപിക്കാനാണ് ഇവിടെ നിർദ്ദേശം. ഇന്നി ഉമിർത്തു അൻ അഅ്ബുദല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ വ ഉമിർത്തു ലിഅൻ അകൂന അവ്വലൽ മുസ്ലിമീൻ. മാത്രവുമല്ല, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു കാര്യം കൂടിയാണ്. വ ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇതുകൂടി. എന്താണത്? ലിഅൻ അകൂന, ഞാൻ ആവണമെന്ന്, അവ്വലൽ മുസ്ലിമീൻ, അള്ളാഹുവിന് പൂർണ്ണമായിട്ട് വിധേയപ്പെട്ടവരുടെ കൂട്ടത്തിലെ ഒന്നാമൻ, അള്ളാഹുവിനെ അനുസരിക്കാൻ ഒരുക്കമുള്ളവരുടെ കൂട്ടത്തിലെ നമ്പർ 1 ആവണമെന്നാണ് എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള കൽപ്പന. വ ഉമിർത്തു ലിഅൻ അകൂന അവ്വലൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ കൂട്ടത്തിലെ ഒന്നാമനായിട്ട് തന്നെ മുന്നിട്ട് നിൽക്കണം എന്നാണ് എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള കൽപ്പന. മുസ്ലിം എന്നതൊരു സമൂഹത്തിന്റെ പേരായിട്ട് കാണുകയാണെങ്കിൽ അങ്ങനെ പറയാം. യഥാർത്ഥത്തിൽ അതിന്റെ ആശയമാണ് സൂചിപ്പിക്കപ്പെടുന്നത്. അള്ളാഹുവിന് പൂർണ്ണമായിട്ട് വിധേയത്വം പ്രഖ്യാപിച്ചിട്ടുള്ളവന്റെ പേരാണ് മുസ്ലിം എന്നത്. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ ഒന്നാമനായിട്ട് നിലകൊള്ളാനാണ് അള്ളാഹു എന്നോട് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവിടെ പ്രഖ്യാപിക്കാനായി അള്ളാഹു ആവശ്യപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾക്കൊന്നും വിധേയത്വം നൽകാൻ, കൂറ് നൽകാൻ, അതെന്തിന്റെ പേരിലാണെങ്കിലും ഞാൻ ഒരുക്കമല്ല. നിങ്ങൾ എന്ത് തന്നെ കാരണങ്ങൾ ഉന്നയിച്ച്, ന്യായങ്ങൾ ഉന്നയിച്ച് വരികയാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഈ സന്ദർഭത്തിൽ സ്വീകാര്യമേ അല്ല. വിധേയത്വം ഞാൻ അള്ളാഹുവിന് മാത്രമായിട്ടേ നൽകുകയുള്ളൂ. ഞാൻ പൂർണ്ണമായിട്ടും അവന് വിധേയപ്പെട്ട, അവനെ അനുസരിക്കാൻ സന്നദ്ധനായ ആളാണ്. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിലെ ഒന്നാമനായിട്ടാണ് ഞാൻ നിലകൊള്ളുക. അങ്ങനെ നിലകൊള്ളണമെന്നാണ് എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള നിർദ്ദേശം. ഉമിർത്തു ലിഅൻ അകൂന അവ്വലൽ മുസ്ലിമീൻ. ഇതാണ് പരസ്യമായി പ്രഖ്യാപിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു നിർദ്ദേശം നൽകുകയാണ്. ഖുൽ, പ്രവാചകരെ ഇങ്ങനെ പറയുക. ഖുൽ ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അളീം. നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ച തന്നെയാണ്. അങ്ങനെ അള്ളാഹുവിന് പൂർണ്ണമായിട്ട് വിധേയപ്പെട്ടുകൊണ്ട് അവന് അനുസരണം പ്രഖ്യാപിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഒന്നാമനായി നിലകൊള്ളാനാണല്ലോ എന്നോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, അതിന്റെ ഒരു യുക്തി തലം ഇതാണ്. പറയുക പ്രവാചകരെ, ഇന്നി അഖാഫു, ഞാൻ ഭയപ്പെടുന്നു, ഇൻ അസൈതു റബ്ബി, എന്റെ നാഥനെ ഞാൻ ധിക്കരിക്കുന്നുവെങ്കിൽ, എന്റെ നാഥനോട് ഞാൻ അനുസരണക്കേട് കാണിക്കുന്നുവെങ്കിൽ, അദാബ യൗമിൻ അളീം, അതിഭീകരമായ ഒരു ദിവസത്തിന്റെ, ഒരു നാളിലെ ശിക്ഷ ഞാൻ ഭയപ്പെടുന്നു. എനിക്കിത് പറയുന്നതിന് യാതൊരു സങ്കോചവുമില്ല, യാതൊരു വിധത്തിലുള്ള ലജ്ജയുമില്ല. ഇക്കാര്യം അത്രയും സുനിശ്ചിതമായ ഒരു കാര്യമാണ്. അതിൽ യാതൊരു വിധത്തിലുള്ള ആശയക്കുഴപ്പവുമില്ല. അള്ളാഹുവിന് നൽകുന്ന വിധേയത്വത്തിന്റെ കാര്യത്തിൽ ഞാൻ വീഴ്ച വരുത്തിയാൽ അതിഭീകരമായ ഒരു നാളിലെ ശിക്ഷ എന്നെ പിടികൂടും എന്ന കാര്യം ഭയപ്പെടുന്നവനാണ് ഞാൻ. എനിക്ക് അങ്ങനെ ഭയമുണ്ട് എന്ന കാര്യം പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. വളരെ ഭീകരമായ ഒരു നാളിന്റെ ശിക്ഷ ഇത് കാരണമായിട്ട് ഏറ്റുവാങ്ങേണ്ടി വരും എന്ന ഭയമുള്ളവനാണ് ഞാൻ. അതുകൊണ്ട് വീണ്ടും പറയാണ്, ഖുലില്ലാഹ അഅ്ബുദു മുഖ്ലിസൻ ലഹു ദീനി. അതിനാൽ പ്രവാചകരെ പറയുക വീണ്ടും, ഖുലില്ലാഹ, ഖുൽ പറയുക, അല്ലാഹ അഅ്ബുദു മുഖ്ലിസൻ ലഹു ദീനി,
ഖുലില്ലാഹ അഅ്ബുദു മുഖ്ലിസൻ ലഹു ദീനി. പറയുക, അല്ലാഹു അവനാണ് ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്. മുഖ്ലിസൻ ലഹു ദീനി, എന്റെ അനുസരണം, എന്റെ വിധേയത്വം പൂർണ്ണമായി അവനാക്കിക്കൊണ്ട്, വിധേയത്വം പൂർണ്ണമായി അള്ളാഹുവിന് നൽകിക്കൊണ്ട് അവനാണ് ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്, അവനാണ് ഞാൻ അടിമപ്പെടുന്നത്, അവനെയാണ് ഞാൻ അനുസരിക്കുന്നത് എന്ന് താങ്കളുടെ തീരുമാനം ഒരു പ്രഖ്യാപനം എന്ന നിലക്ക് അവരെ കേൾപ്പിക്കുക എന്നാണ് ഇവിടെ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുന്നത്. ഇതിൽ നമുക്ക് വലിയൊരു മാതൃക അടങ്ങിയിട്ടുണ്ട്. പല ഭാഗങ്ങളിൽ നിന്നും പുതിയ കൽപ്പനകളും നിർദ്ദേശങ്ങളും വന്നുകൊണ്ടിരിക്കുക. മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളു. അത് പറയാനുള്ള യോഗ്യത അവർക്ക് എവിടുന്ന് കിട്ടി, അതിന് എന്ത് അർഹതയാണ് അവർക്കുള്ളത് എന്നതൊന്നും ആരും ചോദിക്കുകയോ ആലോചിക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല എന്നതാണ് അവരുടെ നിലപാട്. രാഷ്ട്രീയ മുഷ്കും സൈനികമായ കരുത്തും അധികാരവും ഒക്കെ ഉണ്ട് എന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് മുസ്ലിങ്ങൾ അങ്ങനെയാക്കണം ഇങ്ങനെയാക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് നടത്തേണ്ട പ്രഖ്യാപനമാണ് ഇവിടെ അള്ളാഹു നമ്മളെ കേൾപ്പിച്ചു തന്നിട്ടുള്ളത്. അല്ലാഹ അഅ്ബുദു എന്ന് പറഞ്ഞാൽ അഅ്ബുദുല്ലാഹ, ഞാൻ അള്ളാഹുവിനാണ് ഇബാദത്ത് ചെയ്യുക. മുഖ്ലിസൻ ലഹു ദീനി, എന്റെ കീഴ്പ്പെടല്, എന്റെ വിധേയത്വം പൂർണ്ണമായും അവനായിക്കൊണ്ടാണ് ഞാൻ അത് ചെയ്യുക. നിങ്ങൾ എന്ത് പറഞ്ഞുകൊണ്ടും കാര്യമില്ല, നിങ്ങൾ എന്ത് ആവശ്യപ്പെട്ടത് കൊണ്ടും അതിന് നമ്മളെ നിർബന്ധിക്കുന്ന വിധത്തിലുള്ള എന്ത് സാഹചര്യം ഒരുക്കിയത് കൊണ്ടും കാര്യമില്ല. എന്റെ റബ്ബ് അല്ലാഹുവാണ്, അവനെ ഞാൻ വിധേയപ്പെടുകയുള്ളൂ. വിധേയത്വം പൂർണ്ണമായി അവന് നൽകിക്കൊണ്ട് അവന് ഇബാദത്ത് ചെയ്യുന്നവനായിട്ടാണ് ഞാൻ നിലകൊള്ളുക എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചോളൂ എന്നാണ് ഇവിടെ അള്ളാഹു നിർദ്ദേശിക്കുന്നത്. ഈ പരസ്യ പ്രഖ്യാപനം എന്നത് ഇത്തരം പ്രാതികൂല്യങ്ങളുള്ള, ഇത്തരം ഭീഷണികൾ മുഴങ്ങുന്ന, ഈ വിധത്തില് നമ്മളെ നിയന്ത്രിച്ച് ഉദ്ദേശിക്കുന്ന വിധത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മുഖത്ത് നോക്കി തന്നെ അത് പറയാനുള്ള ആർജവം വിശ്വാസികൾക്ക് ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അള്ളാഹു ഇത് നിർദ്ദേശിക്കുന്നത് ഇതിനേക്കാൾ ഏറെ സങ്കീർണമായ ഒരു സാഹചര്യം അദ്ദേഹം നേരിടേണ്ടി വന്ന ആ പ്രാതികൂല്യങ്ങളുടെ അവസ്ഥയിലാണ്. ഇത്തരം പ്രാതികൂല്യങ്ങളുള്ള അവസ്ഥകൾ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഉണ്ടാവുന്ന ഘട്ടങ്ങളിൽ നമുക്ക് പ്രഖ്യാപിക്കാനുള്ളതും ഇത് തന്നെയാണ്. അല്ലാഹ അഅ്ബുദു, അഅ്ബുദുല്ലാഹ എന്നതിന്റെ വേറൊരു രൂപമാണത്. അല്ലാഹ അഅ്ബുദു മുഖ്ലിസൻ ലഹു ദീനി, ദീൻ പൂർണ്ണമായിട്ട് അവനാക്കിക്കൊണ്ട് വിധേയപ്പെടലും അനുസരണവും പൂർണ്ണമായിട്ട് അള്ളാഹുവിന് നിശ്ചയിച്ചുകൊണ്ട് അവന് ഇബാദത്ത് ചെയ്യുന്നവനാണ് ഞാൻ എന്ന കാര്യം ഒരു മടിയുമില്ലാതെ ഒരു സങ്കോചവുമില്ലാതെ പ്രഖ്യാപിച്ചോളൂ. ഇതാണ് നിർദ്ദേശം. ഫഅ്ബുദൂ മാ ശിഅ്തും മിൻ ദൂനി, ഇനി നിങ്ങളുടെ കാര്യമല്ലേ, അവനെ കൂടാതെ, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾക്ക് തോന്നിയതിനെ നിങ്ങൾ ആരാധിച്ചോ. ഫഅ്ബുദൂ, നിങ്ങൾ ആരാധിച്ചോളൂ, ഇബാദത്ത് ചെയ്തോളൂ. നിങ്ങൾ വിധേയപ്പെടുകയോ അനുസരിക്കുകയോ കീഴ്പ്പെടുകയോ ആരാധിക്കുകയോ എന്തു വേണമെങ്കിലും ചെയ്തോളൂ. മാ ശിഅ്തും, നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അതിന്, മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സ്ഥാനത്ത്. അള്ളാഹുവിന് പകരമായി നിങ്ങൾ ഉദ്ദേശിച്ച എന്തു വേണമെങ്കിലും നിങ്ങൾ ഇബാദത്ത് ചെയ്തോളൂ, എന്തിനു വേണമെങ്കിലും ആരാധിച്ചോളൂ. അത് നിങ്ങളുടെ കാര്യം. പക്ഷെ എന്റെ കാര്യം അതല്ല. നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് പറയാം, നിങ്ങൾ പശുവിനെ ആരാധിക്കുകയെ അല്ലെങ്കിൽ അതുപോലെ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോ. ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷയമേ അല്ല. യഥാർത്ഥ ദൈവത്തിനെ കൈയൊഴിഞ്ഞുകൊണ്ട് നിങ്ങൾ ആൾ ദൈവങ്ങളെയോ വ്യാജ ദൈവങ്ങളെയോ മിഥ്യാദൈവങ്ങളെയോ അല്ലെങ്കിൽ ദിവ്യത്വം ആരോപിക്കപ്പെടുന്ന മൃഗങ്ങളെയോ എന്തു വേണമെങ്കിലും നിങ്ങൾ ആരാധിച്ചു. അതൊക്കെ നിങ്ങളെ ഇഷ്ടം. അപ്പോ ഫഅ്ബുദൂ മാ ശിഅ്തും മിൻ ദൂനിഹി,
അവന്റെ സ്ഥാനത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്ത് വേണമെങ്കിലും നിങ്ങൾ പൂജിച്ചോ, ആരാധിച്ചോ. ഖുൽ ഇന്നൽ ഖാസിരീന. പക്ഷെ ഒരു കാര്യം പറഞ്ഞു തന്നേക്കാം. എന്താണത്? പ്രവാചകരെ ഇതുകൂടി അവരെ കേൾപ്പിക്കുക, അവരോട് പറയുക. ഇന്നൽ ഖാസിരീന, നിശ്ചയമായിട്ടും പാപ്പരായവർ, പൂർണ്ണമായിട്ടെല്ലാം നഷ്ടപ്പെട്ട, എല്ലാ നിലക്കും തകർന്നു പോയവർ ആരാണ്? ഇന്നൽ ഖാസിരീൻ, അത് അല്ലദീന ഖസിറു അൻഫുസഹും വ അഹ്ലീഹിം യൗമൽ ഖിയാമ. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ തങ്ങളെയും തങ്ങളുടെ ബന്ധുമിത്രാദികളെയും ഒക്കെ നഷ്ടക്കച്ചവടത്തിൽ ചാടിച്ച ആളുകളുണ്ടല്ലോ, അവരാണ് ഏറ്റവും ഹസാറായ ആളുകൾ, ഏറ്റവും പാപ്പരായ ആളുകൾ. അവരെ പോലെ നഷ്ടകാരികൾ വേറെ ഒന്നും ആരും ഉണ്ടാവാനില്ല. അന്ത്യനാളിന്റെ മാനദണ്ഡമുണ്ട്. യൗമുൽ ഖിയാമത്തില് ആര് വിജയി, ആര് പരാജയപ്പെട്ടു, ആര് വിജയിച്ചു എന്നത് നിശ്ചയിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ തുലാസിലെ അള്ളാഹുവിന്റെ മാനദണ്ഡം അനുസരിച്ചാണ്. അപ്പൊ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ഒരാള് തന്നെ നഷ്ടകാരിയായി, പാപ്പരായവനായി, എല്ലാം പൊളിഞ്ഞു പോയവനായി കാണുകയാണെങ്കിൽ അതിന്റെ കാരണം, അതിന്റെ മാനദണ്ഡം എങ്ങനെയാണ് ഒരാള് പാപ്പരായതാണ് എന്നത് മനസ്സിലാക്കുക. ആ ഘട്ടത്തിൽ അതിന് അള്ളാഹു നിശ്ചയിച്ച ഒരു മാനദണ്ഡമുണ്ട്. അള്ളാഹു നൽകിയ ഒരുപാട് അമാനത്തുകൾ ഉണ്ടായിരുന്നല്ലോ. ജീവിതം ഒരു അമാനത്താണ്, ശരീരത്തിന്റെ ആരോഗ്യം അമാനത്താണ്, മനസ്സ്, ചിന്ത, കാര്യങ്ങളെ വിലയിരുത്താനുള്ള കഴിവ്, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരുന്ന വലിയ നൈപുണ്യങ്ങള്, ബുദ്ധിപരമായ കഴിവുകള്, സാമ്പത്തിക ശേഷി, സാഹചര്യങ്ങള്, അവസരങ്ങള് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെയും തന്നെ ഫലശൂന്യമായ കാര്യങ്ങളിൽ വിനിയോഗിച്ച ആളുകളുണ്ട്, ഇതൊക്കെ ഫലപ്രദമായി വിനിയോഗിച്ച ആളുകളുണ്ട്. അന്ത്യനാളിൽ മൂല്യവത്തായ രീതിയിൽ ഫലം ചെയ്യുന്ന നിലക്കാണ് ഒരാള് അള്ളാഹു തന്നിരുന്ന ഇത്തരം അമാനത്തായി ഏൽപ്പിച്ചിരുന്ന സംഗതികളൊക്കെ വിനിയോഗിച്ചിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഉയർത്തെഴുന്നേൽപ്പ് നാളില് അയാൾ വിജയിയായിട്ട് നിൽക്കും. എന്നാൽ അള്ളാഹു തന്ന ജീവിതം, അവസരങ്ങള്, കഴിവുകള്, നൈപുണ്യങ്ങള്, സാഹചര്യങ്ങള്, ഇതൊക്കെയും തന്നെ ഫലശൂന്യമായ മേഖലയിലാണ് ഒരാൾ പ്രയോജനപ്പെടുത്തിയത് എങ്കിൽ അയാൾ അന്ത്യനാളിൽ എണീറ്റ് നിൽക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ടവനായിക്കൊണ്ടായിരിക്കും. അക്കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി എന്നാണ് ഇവിടെ പറയാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിക്കുന്നത്. ഇന്നൽ ഖാസിരീൻ, ആരാണ് പാപ്പരായ ആളുകൾ? തീർച്ചയായിട്ടും പാപ്പരായവർ, ഖാസിറുകളായവർ ആരാണത്? എല്ലാം നഷ്ടപ്പെട്ടവർ. അല്ലദീന ഖസിറു, നഷ്ടപ്പെടുത്തിയവരാണ്. എന്തിനെ? അംഫുസഹും, അവരെ തന്നെ നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ നഷ്ടത്തിലാക്കി. വ അഹ്ലീഹിം, അവരുടെ കുടുംബങ്ങളെയും അവരുടെ അടുത്ത ആളുകളെയും ഒക്കെ നഷ്ടത്തിലാക്കി. അങ്ങനെയാണല്ലോ, നമ്മളൊരു വഴി തിരഞ്ഞെടുത്താൽ പിന്നെ നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ അടുത്ത ആളുകൾക്ക് ഒക്കെ ആ വഴിയിലേക്ക് നീങ്ങാൻ ഒരു പ്രേരണയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന എന്താണ്? നമ്മൾ ഏതൊരു നഷ്ടത്തിലാണോ ചെന്ന് ചാടിയത്, അതേപോലെയുള്ള നഷ്ടത്തില് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും അടുത്ത ആളുകളെയും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തും. ഇത് മനുഷ്യന്റെ ഒരു പ്രവണതയാണ്. ഒരു കുടുംബത്തിൽ ഒരാൾ കമ്മ്യൂണിസ്റ്റുകാരനായാൽ ആ കുടുംബത്തിൽ പലരും ആ വഴിയിൽ കമ്മ്യൂണിസ്റ്റുകാരനായി ആകുന്നത് കാണാൻ കഴിയും. ആദ്യത്തെ ആള് കമ്മ്യൂണിസ്റ്റ് ആകുന്നത് അയാളുടെ ഒരു വിലയിരുത്തലും അല്ലെങ്കിൽ അയാളുടെ സ്വാർത്ഥമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും. എന്നാലോ പിന്നീട് വന്നു ചേരുന്നവര് ബ്ലൈൻഡായിട്ട്, അന്ധമായിട്ട്, ആലോചനയില്ലാതെ ആ വഴിക്ക് എങ്ങനെ നീങ്ങുന്നവരായിരിക്കും. നന്മയുടെ വഴി തിരഞ്ഞെടുക്കുന്നവരും അങ്ങനെ തന്നെയാണ്. സത്യമാർഗമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിൽ പ്രേരിതരായിട്ട് അയാളുമായി ബന്ധപ്പെട്ട പലരും, അയാളുടെ കുടുംബം, ബന്ധുക്കള്, മിത്രങ്ങള് ഒക്കെ ഉണ്ടാവും. അവരൊക്കെയും ആ വഴിയിൽ സഞ്ചരിക്കും. അപ്പോ നന്മയിലേക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന ആള് സ്വയം നന്മയുടെ മാർഗം സ്വീകരിക്കുന്നു എന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് കൂടി ആ വിജയത്തിന്റെ മാർഗത്തിലേക്ക് എത്താനുള്ള പ്രേരണയായി മാറുന്നു എന്നതാണ് വസ്തുത. എന്നാൽ അന്ത്യനാളില് നഷ്ടമേറ്റുവാങ്ങുന്ന പാപ്പരായ ആളുകളുടെ കൂട്ടത്തില് ഒരാളാകുന്നത്
എങ്ങനെയാണ്? അയാൾ സ്വയം നഷ്ടപ്പെടുത്തിക്കൊണ്ടും അതുപോലെ മറ്റുള്ളവരെ കൂടി നഷ്ടകാരിയാകാൻ അവസരം ഉണ്ടാക്കിക്കൊണ്ടും ഒക്കെയാണ്. അങ്ങനെയാണ് ഷിർക്കിന്റെ വഴിയൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മുടെ നാട്ടില് ചില ഷിർക്കിന്റെ വഴികളൊക്കെ പ്രചരിക്കുന്നത് കാണാൻ കഴിയും. ഒരാള് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം നേരിട്ടപ്പോ വഴിവിട്ട രീതിയിലുള്ള ചില സഹായങ്ങൾക്കായി ചിലരുടെ അടുക്കൽ പോയി അതിനെന്തോ ഫലം ഉണ്ടായി എന്ന് അയാൾക്ക് തോന്നി. അയാൾ അത് ബാക്കിയുള്ളവരോടും കൂടി പറഞ്ഞു. അവരൊക്കെയും അതിന് പ്രേരിതരാവുന്ന ഒരവസ്ഥ ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പൊ അള്ളാഹു അതിനെക്കുറിച്ച് പറയുന്ന ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറു അൻഫുസഹും വ അഹ്ലീഹിം യൗമൽ ഖിയാമ. ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ സ്വന്തത്തെയും തങ്ങളുടെ അടുത്ത ആളുകളെയും ഒക്കെ നഷ്ടത്തിൽ അകപ്പെടുത്തിയവരുണ്ടല്ലോ, അവരാണ് ഏറ്റവും പാപ്പരായ ആളുകൾ. അവരാണ് ഖാസിറുകൾ. ഇന്നൽ ഖാസിരീൻ എന്ന് പറയുന്നത് അവർക്കൊന്നും ബാക്കിയില്ല. അള്ളാഹു കൊടുത്ത സകല വിഭവങ്ങളും അനുഗ്രഹങ്ങളും അവസരങ്ങളും നൈപുണ്യങ്ങളും ഒക്കെ അയാള് മിഥ്യക്ക് വേണ്ടിയാണ് വ്യയം ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ശൂന്യമായ കൈകളോട് കൂടിയാണ് അള്ളാഹുവിന്റെ മുന്നിൽ അന്ത്യനാളില് ഹാജരാക്കപ്പെടുന്നത്. എന്തെങ്കിലും നേട്ടം എന്ന നിലക്ക് കാണിക്കാൻ യാതൊന്നുമില്ല. അയാൾക്കില്ല എന്ന് മാത്രല്ല, അയാളുടെ ബന്ധുക്കൾക്കില്ല, കൂട്ടുകാർക്കില്ല, കുടുംബത്തിനില്ല, ആർക്കുമില്ല. അവരെയൊക്കെ ഇയാള് പിഴച്ച വഴിയിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ശരിക്കും പാപ്പരായി. അങ്ങനെയാണല്ലോ നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടുക, കടത്തിലകപ്പെടുക, കയ്യിലുള്ളത് മുഴുവൻ പെറുക്കി വിറ്റാലും കടം പോലും വീട്ടിൽ തീർക്കാൻ കഴിയില്ല എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാവുക. ഇതിനാണ് യഥാർത്ഥത്തിൽ ഒരാള് പാപ്പരാവുക എന്ന് പറയാം. ജീവിതം എന്ന ഈ അവസരം ഈ വിധത്തിൽ നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ നമ്മൾ ഒരാള് ജീവിതം കൊണ്ട് പാപ്പരായി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഭൂമിയിലേക്ക് വരുമ്പോ നമുക്കുള്ളത് എന്താണ്? ഒരവസരം. അതുപോലെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഉള്ള സാധ്യതകൾ, കഴിവുകൾ, അള്ളാഹു തരുന്ന അനുഗ്രഹങ്ങൾ, ഇതൊക്കെയും തന്നെ ഒരാള് നഷ്ടപ്പെടുത്തി കളയുകയാണ് എന്ന് വെക്കുക. വിജയിക്കാനുള്ള ഉപാധികളായിട്ട് അവ ഒരാള് പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ അന്ത്യനാളിൽ അയാള് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോ എങ്ങനെയാണ് അള്ളാന്റെ മുന്നിൽ ഹാജരാവുക? ഇതൊക്കെ ഉണ്ടായിട്ടും ഒന്നിനും ഒരു ഉപകാരവും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ട പോലെ യാതൊരു നിലക്കും സഹായം പോലും കിട്ടാത്ത ഒരാളായി മാറുന്ന ഒരവസ്ഥയിലാവുക എന്നതാണ്. അപ്പോ സ്വന്തം കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും ഒക്കെ നഷ്ടത്തിൽ അകപ്പെടുത്തിയ ഒരാള് പാരത്രിക ലോകത്ത് എല്ലാ നിലക്കും പാപ്പരായവനായിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുക. അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. അറിയുക, അതാണ് ഏറ്റവും തെളിഞ്ഞ വിധത്തില് തന്നെയുള്ള പാപ്പരത്വം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഖസാറായി എന്ന് പറയുന്ന അവസ്ഥ ഇതാണ്. അലാ, അറിയുക, അന്ത്യനാളിൽ ഒരാള് തനിക്ക് അനുകൂലമായിട്ടുള്ള യാതൊരു ക്ലെയിമും ഇല്ലാത്ത വിധത്തില് ശൂന്യമായ കൈകളോടുകൂടി എല്ലാം നഷ്ടപ്പെടുത്തിയവനായിട്ട്, സ്വന്തത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല തന്റെ അടുത്ത ആളുകളുടെ സാധ്യതകൾ പോലും നഷ്ടപ്പെടുത്തിയവനായിക്കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഹാജരാവുന്നതെങ്കിൽ അറിയുക, ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. അതാണ് ഏറ്റവും വലിയ ഖുസ്റാൻ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ നഷ്ടം അല്ലെങ്കിൽ പാപ്പരത്വം എന്ന് പറയുന്നത് അതാണ്. ദുനിയാവിലെ ഒരാള് വലിയ സമ്പന്നനായിട്ടോ വലിയ സ്വാധീനമുള്ളവനായിട്ടോ കരുത്തും അധികാരവും ഒക്കെ ഉള്ളവനായിട്ടോ ഒക്കെ വിലസി കാണും. പക്ഷെ അതുകൊണ്ട് ഒരാൾ ധന്യനാവുന്നില്ല. അതുകൊണ്ട് ഭൗതിക ലോകത്ത് ഒരാൾ ഒരുപാട് കഷ്ടപ്പാടിലായിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് ഒരാൾ പാപ്പരാവുന്നുമില്ല. മറിച്ച് പാപ്പരായവൻ എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അയാൾക്ക് അവകാശപ്പെടാനായിട്ട് യാതൊന്നുമില്ല. കാരണം അള്ളാഹു തആല കൊടുത്തതൊക്കെയും അയാള് മിഥ്യക്ക് വേണ്ടിയാണ് ചെലവഴിച്ചിട്ടുള്ളത്, സത്യത്തിനു വേണ്ടിയല്ല. ഈമാനും തഖ്വക്കും അതുപോലെ ഇഹ്സാനും വേണ്ടി അള്ളാഹു നൽകിയതൊക്കെയും ചെലവഴിച്ചവനായിട്ടല്ല വരുന്നത്. എങ്കിൽ
അയാളാണ് ഏറ്റവും വലിയ നഷ്ടകാരി. ഇതാണ് ഏറ്റവും വലിയ പാപ്പരത്വം. ഹുസ്റാൻ, ഖാസിർ, ഹുസ്റാൻ, ഹസിറ, ഇതൊക്കെ പരസ്പരം ബന്ധമുള്ള വാക്കുകളാണ്, പറയേണ്ടതില്ലല്ലോ. അപ്പോ ഏറ്റവും വലിയ പാപ്പരത്വം എന്ന് പറയുന്നത് അള്ളാഹു നൽകിയ ആരോഗ്യം, ആയുസ്, അവസരം, കഴിവുകള്, ധിഷണ, നൈപുണ്യങ്ങള്, ഇതൊക്കെയും നഷ്ടപ്പെടുത്തിയിട്ട് ഒന്നും അവകാശപ്പെടാനായിട്ടില്ലാത്തവനായി അന്ത്യനാളിൽ അള്ളാഹുവിന്റെ മുന്നിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ഒരാളുടെ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ നഷ്ടം എന്നത്. അതുകൊണ്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്റെ തീരുമാനം അള്ളാഹുവിന്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് അവന് മാത്രം വിധേയപ്പെടുക, അവന് മാത്രം അടിമപ്പെടുക, അവനെ മാത്രം അനുസരിക്കുക എന്ന ഒരു കാര്യം നിർവഹിക്കാനാണ് എന്റെ തീരുമാനം. കീഴ്പ്പെടാൻ സന്നദ്ധരായവരുടെ കൂട്ടത്തിൽ ഒന്നാമനായിട്ട് നിലകൊള്ളാനാണ് ഞാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ അങ്ങനെയാണ് ഉണ്ടാവുക. ഒരിക്കലും തന്നെ ഞാൻ അവനെ ധിക്കരിക്കുകയില്ല. അന്ത്യനാളിന്റെ ആ കഠോരമായ ശിക്ഷയുടെ നാളിന്റെ ശിക്ഷയെക്കുറിച്ച് ഞാൻ ശരിക്കും ഭയമുള്ളവനാണ്. അതുകൊണ്ട് എന്റെ വിധേയത്വം പൂർണ്ണമായിട്ട് അള്ളാഹുവിനായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള വഴി തിരഞ്ഞെടുത്തോളൂ. ഫഅ്ബുദുല്ലാഹ മാ ശിഅ്തും മിൻ ദൂനിഹി. അള്ളാഹു അല്ലാത്ത ആരെ വേണമെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിലും നിങ്ങൾ വേണമെങ്കിൽ ആരാധിച്ചോ, എന്നെ അതിന് കിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്താക്കുക, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ഏറ്റവും വലിയ പാപ്പരത്വം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് അങ്ങനെയുള്ള ആളുകളായിരിക്കും. അത് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴി തിരഞ്ഞെടുത്തോളൂ. ഇതാണ് വളരെ പരസ്യമായി പ്രഖ്യാപിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകനോട് അള്ളാഹു ഇവിടെ നിർദ്ദേശിക്കുന്നത്. ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.